ചടങ്ങ് നടക്കുമ്പോൾ ഓട്ടോറിക്ഷ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെ നമ്മൾ സവിശേഷമായ പരിഗണനയോട് കൂടിയിട്ടാണ് ആ തൊഴിലാളികളുടെ മക്കളെ നമ്മൾ ആദരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. കാരണം വളരെ കഷ്ടപ്പെട്ടാണ് ഈ രംഗത്ത് നമ്മൾ പണിയെടുത്ത് നമ്മുടെ മക്കളെ സംരക്ഷിച്ചു വരുന്നത്. അങ്ങനെ സംരക്ഷിക്കുമ്പോൾ ആ കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്നുകൊണ്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർ കരസ്ഥമാക്കുന്ന വിജയം നമ്മളെ സംബന്ധിച്ച് തിളക്കമാർന്ന തിളക്കമുള്ള വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് നമ്മുടെ മക്കൾ നല്ല നിലയിൽ പഠിക്കുന്നതിന് ആവശ്യമായ പ്രചോദനം എന്ന നിലയ്ക്കിട്ടാണ് നമ്മുടെ യൂണിയൻ അസോസിയേഷൻ ആലോചിച്ചുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ വിജയിച്ച മുഴുവൻ കുട്ടികളെയും ആദരിക്കുന്ന ചടങ്ങ് നടത്തി വരുന്നത്. അങ്കമാലി ഏരിയ കമ്മിറ്റി ഇത്തരത്തിലുള്ള ചടങ്ങ് സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടെ ടോമി വിശദീകരിച്ച പോലെ വിവിധ മാരകമായ അസുഖങ്ങൾ വന്നും അപകടങ്ങൾ സംഭവിച്ചും വരുന്ന തൊഴിലാളികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായ നിധിയുടെ ചികിത്സാ സഹായ നിധിയുടെ പിന്നെ വിതരണവും ഇന്ന് നടക്കുകയാണ്. ഇതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കുന്നത് തൊഴിലാളികളിൽ നിന്ന് തന്നെ 20 രൂപ കൂപ്പൺ ഉപയോഗിച്ച് തിരിച്ച് ആണ് നമ്മൾ ഇതിനു വേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കുന്നത്. ആ നിലയിലാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച സമയമെടുത്തുകൊണ്ട് എല്ലാ സ്റ്റാൻഡുകളിലും 20 രൂപയുടെ കൂപ്പൺ കൊടുത്തുകൊണ്ട് ഉള്ള ഫണ്ട് സ്വരൂപിക്കലാണ് നടന്നത്. അതിന്റെ നറുക്കെടുപ്പും ഈ ചടങ്ങിന് അവസാന ഭാഗത്തായിട്ട് നടക്കും. ആ ചടങ്ങാണ് നമ്മളിന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം ഉന്നത വിജയം, ഏറ്റവും കൂടുതൽ വിജയം കരസ്ഥമാക്കിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വിദ്യാഭ്യാസ രംഗം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഠനാർഹമായ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ലക്ഷ്യത്തോടുകൂടി സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഗവൺമെന്റും വിദ്യാഭ്യാസ രംഗത്ത് ശക്തിയായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഹൈടെക് സ്കൂളുകളാക്കി മാറ്റിയ സർക്കാർ സ്കൂളുകളെ, അതുപോലെ തന്നെ അതിന്റെ എല്ലാം ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ റിസൾട്ടിലും നമ്മുടെ കുഞ്ഞ് എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നത് മാത്രമല്ല, നമുക്കുള്ളത് കൂടി മറ്റുള്ളവരുടെ കൂടിയാണ് ഈ ലോകം, ഈ പ്രപഞ്ചം എന്ന രീതിയിൽ തിരിച്ചറിയുന്നിടത്തേക്ക് നമ്മുടെ കുഞ്ഞിനെ നയിക്കേണ്ടതുണ്ട്. അപ്പൊ ആ അറിവ് കൂടി നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രീക്ക് ഒരു വിത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവിടെ ഈ രാജ്യത്തിന്റെ, നമ്മുടെ ഈ ലോകത്തിന്റെ, ഈ വെളിച്ചമില്ലാത്ത ലോകം, ഇവിടെയുള്ള മനുഷ്യർ പുഴുക്കളെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ, നമ്മുടെ നാട് അന്ധകാരത്തിൽപ്പെട്ടിരിക്കുമ്പോ ഈ ദേവലോകത്ത് നിന്ന് പ്രോമത്യൂസ് എന്ന് പറയുന്ന ദേവൻ ഈ ലോകത്തേക്ക്, ഈ മനുഷ്യലോകത്തേക്ക് ഇറങ്ങി വരികയാണ്. അത് ഇതെല്ലാം കാണുകയാണ്. ലോകത്ത് മനുഷ്യരെല്ലാം പുഴുക്കളെ പോലെ ആണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അറിവില്ല, വെളിച്ചമില്ല, യുക്തിയില്ല, ചിന്തയില്ല. അപ്പോ ഈ പുഴു സമാനമായി ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അദ്ദേഹം, ഈ പ്രോമത്യൂസ് എന്ന് പറയുന്ന ദേവൻ, ദേവലോകത്ത് നിന്ന് അഗ്നി അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഇവിടേക്ക് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ സിയൂസ് ദേവൻ എന്ന് പറയുന്നില്ലേ, ദേവലോകത്തിന് അധിപൻ ഈ പ്രോമത്യൂസിന് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഈ ദേവലോകത്തെ പോലെ ആക്കി മാറ്റാൻ വേണ്ടി, മനുഷ്യലോകം ദേവലോകത്തെ പോലെ മാറ്റാൻ വേണ്ടി നിങ്ങൾ അഗ്നി കൊണ്ടുകൊടുത്ത് ഏറ്റവും വലിയ തെറ്റാണ്. നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കാതിരിക്കാം, നിങ്ങൾ പോയി തിരിച്ച് ആ അഗ്നി ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രോമത്യൂസ് പറയാ, അവിടെ പുരുഷമാനമാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അറിവുണ്ടാകട്ടെ, അവർക്ക് വെളിച്ചമുണ്ടാകട്ടെ, അവരുടെ കണ്ണുകൾക്ക് പിന്നെ കാഴ്ചയിൽ കാണാൻ കഴിയട്ടെ, അവരുടെ ചെവികൾക്ക് കേൾക്കാൻ കഴിയട്ടെ, അവര് പുതിയ ചിത്രങ്ങൾ വരയ്ക്കട്ടെ എന്ന രീതിയിൽ ഈ സിയൂസിന്റെ അടുത്ത് തിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഈ പ്രോമത്യൂസ് ശിക്ഷിക്കുകയാണ്. ഈ അന്ധകാരവും ഗാഢാന്ധകാരവും അതോടൊപ്പം തന്നെ ചുഴികളെല്ലാം നിറഞ്ഞ സമുദ്രത്തിൽ, ഒരു കടലിൽ അവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു പാറക്കെട്ട്, ആ പാറക്കെട്ടിന് മുകളിൽ അതിന്റെ ഒരു ആണി തറച്ച് ചങ്ങലിൽ ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് തല കീഴായി തൂക്കിയിടുകയാണ് ഈ പ്രോമത്യൂസ് അവിടെ അങ്ങനെ ആ പാറ ഇടുക്കിൽ കിടന്ന് അദ്ദേഹത്തിന്റെ ചോര വാർന്നൊലിച്ച് അദ്ദേഹം എന്താ പറഞ്ഞ എല്ലാ കാലും കൈയും ചങ്ങല ബന്ധിക്കപ്പെട്ട പ്രോമത്യൂസ് ആശിക്കുന്ന മഹത്തായ ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത്, എന്റെ ഈ ആത്മബലിയിലൂടെ ഈ ദേവലോകത്തെ അംഗമായിട്ടുള്ള ഒരു ദേവനായിട്ടുള്ള എന്റെ ആത്മബലിയിലൂടെ ഈ ലോകത്തിന് വെളിച്ചമാ കിട്ടുന്നുണ്ടെങ്കിൽ അത് ലഭിക്കട്ടെ നിലയ്ക്കാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത്.
അത് മഹത്തായ സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്നത്. സ്വന്തം ജീവിതം രക്തസാക്ഷിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ലോകത്തിനകത്ത് അറിവിന്റെ വെളിച്ചം പാർന്നു കൊടുത്ത പ്രോമറ്റ്യൂസിന്റെ ആ കഥ നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാനുള്ള ഒരു ദർശനമാണ്, വെളിച്ചമാണ്, ഒരു പ്രത്യാശയാണ് പാർന്നു കൊടുക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ അറിവാകുന്ന കടലിൽ, അറിവാകുന്ന സമുദ്രത്തിൽ കുറച്ചൊക്കെ മാത്രമാണ് നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ 10ാം ക്ലാസ് പഠിച്ചവരുണ്ട്. ചടങ്ങ് നിർവഹിക്കുന്നതിന് സഖാവ് നന്നായി കൈയടിച്ച്. പിന്നെ തീർച്ചയായും ഇത് നമ്മുടെ മറ്റൂർ സ്റ്റാൻഡിലെ ഭാരവാഹി കൂടിയായിട്ടുള്ള റിഞ്ഞിയാണ്. പ്രിയ സഖാവിനെ ഏറെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. ടി കെ സലീംകുമാർ. പിന്നെ നമ്മുടെ ഈ വാർന്ന നിലയിൽ SLCക്ക് നല്ല വിജയം കരസ്ഥമാക്കുക നമ്മുടെ ടേബിൾ നഗർ സ്റ്റാൻഡിലെ ആഗ്നൽ തോമസിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി നമ്മൾ SLCക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയാണ് ആദ്യം ആദരിക്കുന്നത്. നോയൽ ബിജു. രണ്ടത് കൊടുക്കുക. അശ്വിൻ മാർട്ടിൻ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരാം. സ്റ്റെഫിൻ സെബി. അശ്വിൻ മാർട്ടിനിലല്ല, അങ്ങോട്ട് തിരിഞ്ഞു നല്ല ഫേസ്, നല്ലൊരു ഫോട്ടോ കിട്ടും. ഏഞ്ചൽ ബിജു. അനഘ ബിനോജ്. ബിജു അങ്ങോട്ട് വായോ. ഷൈജു. ഇനി എസ് ശ്രീകുമാർ സാഹു കൊടുക്കും. മിൻസ സലീഫ്. ഹൈപ്ര സ്റ്റാൻഡ് കാഞ്ഞൂര്. വാ കൊടുക്കും, സഖാവിന് കൊടുക്കും. ജോസഫ് ജബിൻ ഉണ്ടാ. ഐശ്വര്യ ജിജേഷ്. അപർണ സജീവ്. വാ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്? അടുത്ത പതിനാല് 028. 14.028.